മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇടയിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്ന ഇടത്തു തന്നെയാണ് പൊതുപ്രവർത്തകരും നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഇടിച്ചുകയറി ചെല്ലുക LKG സെന്ററിന് മുന്നിൽ നിന്ന് മാധ്യമപ്രവർത്തകർ അവരുടെ നേതാക്കളുടെ പ്രതികരണം എടുക്കുകയാണ് ചെയ്യുന്നത്. അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പ്രസ് കോൺഫറൻസ് ഹാളിലേക്കൊക്കെ കടക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പ്രസ് കോൺഫറൻസ് ഹാളുണ്ട്. അവിടേക്ക് ചെല്ലുന്നതും അവിടെ പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായ അനുമതി വാങ്ങിക്കൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. ഇനി പറ, ഞാൻ കേൾക്കട്ടെ. പാർട്ടിയുടെ കൺവെൻഷൻ സെന്ററിലേക്ക് കടന്നു ചെല്ലുന്നവരും അതേ മനസ്ഥിതിയുള്ളവർ, അതേ നിലയിൽ നിൽക്കുന്നവർ എന്നുള്ളതല്ലേ. അപ്പോൾ CPM-ന്റെ കൺവെൻഷൻ, പാർട്ടി യോഗങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒന്നും മാധ്യമങ്ങൾ പകർത്തേണ്ടതില്ല, പ്രചരിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടുമില്ല. അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, CPM ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഒരു അജണ്ട. അതിന് പറ്റുന്ന വിദൂഷകരാരാണോ ആ വിദൂഷകരെ കളത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് CPM എല്ലാ കാലഘട്ടങ്ങളിലും മനസ്സിലാക്കി കളഞ്ഞ മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്ന സമയത്തൊക്കെയും ഇപ്പൊ വിജയരാഘവന്റേതായിട്ട് പണ്ട് വിജയരാഘവന്റെ ഇൻഷ്യലിനെ അദ്ദേഹത്തെ കൂടെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകൾ കാരണം ഇപ്പൊ രമ്യ ഹരിദാസിനെതിരെ കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹം നടത്തിയ പ്രസ്താവനയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശീലമാണ് അത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവരെ ഇറക്കി വിടുക എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ശീലമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ റെജി ലൂക്കോസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ തൽക്കാലം ഇതിലേക്ക് തിരിച്ചു വരാം. ശ്രീ റെജി ലൂക്കോസെ, അങ്ങ് ഈ വ്യാപത്തിന്റെ കാര്യം പറഞ്ഞു. ഈ BJP മാത്രമല്ല, ഇടയ്ക്ക് ഒരു വർഷം അവിടെ നിങ്ങളുടെ മുന്നണിയിൽ പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ വ്യാപവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫയലെങ്കിലും അനക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർക്കെങ്കിലും സാധിച്ചിരുന്നോ? നിങ്ങൾ വെറുതെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? അതിന്റെ അകത്ത് എന്തെങ്കിലും അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടാൻ അറിയാതിരുന്നിട്ടൊന്നുമല്ലോ. ഞാൻ ഇടപെടാതിരുന്നത് എനിക്ക് മറുപടി ഉണ്ട്, എന്റെ സമയത്ത് മറുപടി പറഞ്ഞോളാം എന്നുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വ്യാപം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആ 365 ദിവസത്തിൽ അവിടെ എന്ത് ആ സർക്കാർ വ്യാപം വിഷയത്തിൽ ചെയ്തു എന്നുള്ളത് കൂടി നോക്കിയതിന് ശേഷം അങ്ങ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വരണം. ഒന്ന്. രണ്ട്, നരേന്ദ്ര ദാബോൽക്കർ കൊല്ലപ്പെടുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണോ മുമ്പാണോ? അങ്ങേക്ക് അതിനെക്കുറിച്ചെങ്കിലും ധാരണയുണ്ടോ? 2013 UPA സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് നരേന്ദ്ര ദാബോൽക്കർ കൊല്ലപ്പെടുന്നത്. വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. 2015 കൽബുർഗി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2017 നമ്മുടെ ഇവര് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നത്. എവിടെയാ കൊല്ലപ്പെടുന്നത്? BJP ഭരിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കർണാടകത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ അല്ലെങ്കിൽ അട്ടിമറികളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നരേന്ദ്രമോദി സർക്കാർ എടുത്തു വെക്കണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? പിന്നെ താങ്കൾ എന്തോ 12 ആൾക്കാരുടെ ഒക്കെ കാര്യം പറഞ്ഞു. താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2000 വെസ്റ്റ് ബംഗാളില് RSF എന്ന് പറയുന്ന സംഘടന അവിടെ ജേർണലിസ്റ്റുകൾ കാലാകാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അക്കം പറഞ്ഞ് എണ്ണം പറഞ്ഞ് സംഭവങ്ങൾ പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നതിന്റെ രേഖ വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അതിനകത്ത് ഒരു ജേർണലിസ്റ്റിന്റെ ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തോടും പ്രാദേശികമായ കാര്യമാണ് ചോദിച്ചിരുന്നത്. നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കും പോകുന്നതിൽ ഈ സംഭവം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ജാഗ്രതയിൽ നിന്നാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ മാധ്യമ പ്രവർത്തകരോട് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജനിതക സ്വഭാവം വെച്ചിട്ട് അയ്യോ പാവം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഒരു ജേർണലിസ്റ്റിനെ പച്ചയ്ക്ക് ആൾക്കാർ നോക്കിയിരിക്കെ ചെകിട്ടത്തടിച്ചു വിട്ട പാരമ്പര്യമാണ് 30 കൊല്ലം 3 പതിറ്റാണ്ട് വെസ്റ്റ് ബംഗാൾ ഭരിച്ചപ്പോൾ CPM-ന് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അതിന്റെ പേരിൽ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി. രാഷ്ട്രീയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, വലിയ ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവരൊക്കെ പ്രസന്റബിൾ ആയിട്ടാണ് നമ്മൾ പോവുക, അല്ലെ? അതിന് ഇപ്പോൾ അവനവന്റെ തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രസ് കോഡ് ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അവരുടെയൊക്കെ ഒരു സ്വഭാവത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതൊരു മാനസികാവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം. അതിനുള്ള ധാർമ്മികത എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യം. അതും കേരളം മുഴുവൻ കേൾക്കി അത് വിളിച്ചു പറയാൻ കഴിയുന്നു എന്നുള്ളത് അത് മുൻ പാർട്ടി സെക്രട്ടറിക്ക് സാധിക്കുന്നു, NN കൃഷ്ണദാസിന് സാധിക്കുന്നു, അങ്ങനെ പലർക്കും സാധിക്കുന്നു. എന്നിട്ട് അതും പോരാതെ പണിയെടുക്കാൻ വരുന്നവർക്ക് ശരി പാർട്ടി ഓഫീസുകളിൽ ഇനി മാധ്യമങ്ങൾ വരേണ്ടതില്ല എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ അഭിപ്രായം തേടേണ്ടതില്ല, നേതാക്കളുടെ പ്രതികരണം തേടേണ്ടതില്ല എന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വരുന്നവരെ മനുഷ്യന്മാരെ, മാധ്യമ പ്രവർത്തകരോ മറ്റുള്ളവർ ആരും ആകട്ടെ മനുഷ്യരെ മുഖത്ത് നോക്കി പട്ടികൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാവുക? മാധു, ഈ CPM-നകത്ത് കുറച്ച് വിദൂഷകരുണ്ട്. ഈ വിദൂഷകരുടെ പണി എന്ന് പറയുന്നത് സ്ഥിരമായി ആ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റൊരു വശത്തേക്ക് ചർച്ച കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പറയുന്ന വിദൂഷകരുടെ പണി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ വിദൂഷകരിൽ പെട്ടുന്ന ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങി ഇത്തരത്തില് ചർച്ചകളെ ഡൈവേർട്ട് ചെയ്യാനും കോർ ഇഷ്യൂസിൽ നിന്ന് ചർച്ചകളെ മാറ്റി നിർത്തുവാനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ഭാഗമാണോ അതോ ഇനി അദ്ദേഹത്തിന്റെ നിലവാരവും സ്വഭാവവും കാണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. മാധ്യമപ്രവർത്തകരുമായിട്ട് രാഷ്ട്രീയക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിപ്പോ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടുണ്ട്,
BJP-ക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിട്ടുണ്ട്, സമാജ്വാദി പാർട്ടിക്കാർക്കായിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാവുന്ന പ്രശ്നം തന്നെയാണത്. പക്ഷേ ആ പ്രശ്നങ്ങളിലൊക്കെയും വിമർശിക്കുന്ന ഭാഷയ്ക്ക് കുറച്ചുകൂടി ഒരു മര്യാദയും മാന്യതയും ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന കേരളത്തിലിരുന്നു കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കേൾക്കെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ സംസാരിക്കുന്ന സമയത്ത് ആ ഭാഷയ്ക്ക് കുറച്ചുകൂടി ഒരു മര്യാദ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം പട്ടികൾ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് മലയാളത്തിലുള്ള ഒരു ചൊല്ല് മാത്രമാണ് ഓർമ്മ വരുന്നത്. കാരണം ഇലനക്കി പട്ടിയുടെ ചിറുനക്കി പട്ടി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് മലയാളത്തില്. കുറച്ച് ലോ ക്ലാസ് ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഉപയോഗിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. കാരണം മാധ്യമപ്രവർത്തകർ വെറും പട്ടികളാണ് എന്ന് ശ്രീ കൃഷ്ണദാസനും CPM-നും അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവരുടെ പുറകെ പോകാനോ അവരെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി വാർത്തകൾ ചെയ്യിക്കുവാനോ തങ്ങളുടെ അജണ്ടകൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നൽകുവാനോ അവർ ശ്രമിക്കരുത്. കാരണം അവർ വെറും പട്ടികളാണല്ലോ. ആ പട്ടികളുടെ പുറകെ പോകുന്നത് അതിനേക്കാളും ഗതികെട്ട ആൾക്കാരായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകണ്ടേ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു, ഇനിയിപ്പോൾ മാധു ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, അല്ലെങ്കിൽ മറ്റൊരു മുഖ്യധാര മാധ്യമമാവട്ടെ, ഇനി ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ, ഒരു അഭിപ്രായം അവർ പറയുന്നു. ആ അഭിപ്രായത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്, എതിർപ്പുണ്ട്. നമുക്ക് മാന്യമായി വിയോജിക്കാം, നമുക്ക് മാന്യമായിട്ട് അതിനെ എതിർക്കാം, അതിനോട് നമുക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ പോകുന്ന മാധ്യമ പ്രവർത്തകരുടെ വേഷം നോക്കിയിട്ട്, അവരുപയോഗിക്കുന്ന ഓർണമെന്റ്സ് നോക്കിയിട്ട്, അവരുടെ അട്ടയർ നോക്കിയിട്ട് അത് വ്യക്തിയാധിക്ഷേപത്തിലേക്ക് മാത്രം പോകുന്നൊരു കാര്യമാണ്. അത് എന്താണ്, ആശയപരമായിട്ടുള്ളൊരു വിഷയമല്ല. അത് ഉന്നയിക്കുന്ന വ്യക്തിയുടെ, അത് ഏത് നേതാവ് ആയിക്കൊണ്ട് പോട്ടെ, ആ വ്യക്തിയുടെ നിലവാരവും സംസ്കാരവും ചേരുന്ന ഒരു വിഷയമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം അവർ ലിപ്സ്റ്റിക് ഇടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അവർ വലിയ കമ്മലിടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതോ ഇതല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ പറയുന്ന വലിയ പൊട്ടു തൊടുന്നവർ, വലിയ കമ്മലിടുന്നവർ, ലിപ്സ്റ്റിക് ഇടുന്നവർ, പല തരത്തിലുള്ള വേഷങ്ങൾ ധരിക്കുന്നവർ, ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മാത്രം കണ്ടുവരുന്നവരോ അല്ല. ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, എല്ലാ ന്യൂസ് ചാനലുകളിലും, എല്ലാ ാണ് അത്തരത്തിൽ പരാമർശം നടത്തേണ്ടിയിരുന്നത് എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. ദേശീയ മാധ്യമങ്ങൾ നേരിടേണ്ടി വരുന്ന, കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ നേരിടേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തെ വിമർശിച്ചിട്ടുള്ള ചരിത്രം CPM-നുണ്ട് കേരളത്തിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഈ അധിക്ഷേപം ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. മാധു, ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു മുഖ്യധാര ജേർണലിസ്റ്റ് ഏറ്റവും അധികം പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ജേർണലിസ്റ്റിന്റെ പേര് അർണബ് ഗോസ്വാമി എന്നാണ്. ആ അർണബ് ഗോസ്വാമിയെ ജനങ്ങൾ മുഴുവൻ നോക്കി നിൽക്കെ വലിച്ചഴച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നിശബ്ദരായിരുന്നു. ആരെ ഭയന്നിട്ടാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ആ സമയത്ത് ആരാ മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത്? CPM-ന്റെ കൂടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അവരുടെ മുന്നണി സംവിധാനമാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അതിലും വലിയ അധിക്ഷേപമോ അതിലും വലിയ ആക്രമണമോ ഇന്ത്യയിൽ ഒരു ജേർണലിസ്റ്റും നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരു മുഖ്യധാര ജേർണലിസ്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. കേന്ദ്ര സർക്കാരിന് കീഴിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ ഇല്ലെങ്കിൽ ഇവിടെയും മിണ്ടാതിരിക്കേണ്ടതില്ല. ഇതിനകത്ത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തക ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സീസണിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഈ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എന്ന് പറയുന്നത്. നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഫ്രിക്ഷൻ സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയും എല്ലാം സ്വാഭാവികമാണ്. അവിടെ വിയോജിക്കാം, അവിടെ എതിർപ്പുണ്ടാകാം. പക്ഷെ ആ വിയോജിക്കുന്നതിനും എതിർപ്പുണ്ടാകുന്നതിനും ഒരു നിലവാരം ഉണ്ടാകണം. ആ നിലവാരത്തിൽ നിന്ന് താഴെ പോകുന്നു എന്നുള്ളതാണ് CPM-നെയും മറ്റുള്ളവരെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറഞ്ഞു പൂർത്തിയാക്കാനുള്ളത്.